വചനമൊഴി ജനുവരി 7. വചനഭാഗം തീത്തോസ് 3:8-11, ലൂക്കായുടെ സുവിശേഷം 13:23-30. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഒരുവൻ ഈശോയോട് ചോദിച്ചു, കർത്താവേ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന്, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ അവരോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് അകന്നുപോകുവിൻ. അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും സകല പ്രവാചകന്മാരെയും ദൈവരാജ്യത്തിലും നിങ്ങളെ ബഹിഷ്കൃതരായി പുറത്തും കാണുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും വടക്കുനിന്നും തെക്കുനിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. ഇതാ, പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷവുമായാണ് ഈശോ വന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നതായിരുന്നു ഈശോയുടെ പഠിപ്പിക്കലുകൾ മുഴുവനും. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത്, ഒരുവൻ ഈശോയുടെ അടുക്കൽ വന്ന്, കർത്താവെ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് ചോദിക്കുന്നു. ഈശോ അവരോട് പറയുന്നത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുവിൻ. ഇടുങ്ങിയ വാതില് ഈശോ തന്നെയാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നു വാതിൽ. ഈശോയാകുന്ന വഴി ഇടുങ്ങിയ വഴിയാണ്. ഈശോയാകുന്ന വാതിൽ ഇടുങ്ങിയ വാതിലാണ്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണമെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണം, കൂടുതൽ ജാഗ്രത വേണം. ഈശോയെ അനുഗമിച്ച് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് അവിടുന്ന് പറയുന്നത്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈശോയാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നതിന് ആവശ്യമായ വഴി അവിടുന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായിരുന്നു ഈശോയുടെ പ്രബോധനങ്ങളും ഈശോയുടെ ജീവിതവും. ഈശോയാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക എന്നതാണ് ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം. ഈ ലോക ജീവിതമാണ് സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള മാനദണ്ഡം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭൗമിക ജീവിതകാലത്ത് ദൈവവുമായും സഹോദരങ്ങളുമായും പ്രപഞ്ചവുമായും സഹജീവികളുമായും ഉത്തമമായ ബന്ധം പുലർത്തി ജീവിക്കുക. സഹോദരങ്ങളുമായുള്ള ഉത്തമമായ ബന്ധമാണ് ഈശോയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം. ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയുമായി ഉത്തമമായ ബന്ധം സ്ഥാപിച്ച് അവിടുത്തെ പാതയിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയിലേക്ക്, രക്ഷയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
ജീവിതത്തിൽ ഇടുങ്ങിയ പാതകൾ നേർവഴിയെ നയിക്കുന്നതായിരിക്കും. പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴും അതിനെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്തുവാൻ ഉത്തമമായ മാർഗമായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോയാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ഈശോയാകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് രക്ഷപ്പെടുവാൻ, സ്വർഗരാജ്യം നേടുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.